ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ ഒരു കാച്ചിൽ നടാനാണേ. അപ്പം നമ്മൾ സാധാരണ പണ്ടൊക്കെ ചെയ്യുന്നത് പോലെ മണ്ണിനകത്ത് കുഴി കുത്തി കാച്ചിൽ നടാനാണെങ്കിൽ നടാനും ഞാൻ ആളെ വിളിക്കണം, വിളവെടുക്കാനും ഞാൻ ആളെ വിളിക്കേണ്ടി വരും. കൂലി എന്ന് പറയുന്നത് 1000 രൂപയോളം. ഈ 1000 രൂപ കൂലി കൊടുത്ത് ഈ ഒരു കാച്ചിൽ നടുകയും വിളവെടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മുതലാകുന്നൊരു കാര്യമില്ല. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് ചെയ്താൽ പറ്റുന്ന പോലെ, എന്നെ പോലത്തവരാണ് അധികം വീട്ടമ്മമാരും, വലിയ വെട്ടുകളെയൊന്നും നടത്താനായിട്ടുള്ള ശേഷിയുള്ളവരല്ല, അല്ലെങ്കിൽ പറ്റുന്നവരല്ല. അപ്പം അങ്ങനെയുള്ളവർക്കും കാച്ചിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒത്തിരി അധികം ആളുകൾക്കൊന്നും കാച്ചിൽ കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ ചില ആളുകൾക്കൊക്കെ, ഇപ്പം ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കാച്ചിലൊക്കെ കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. എന്നെപ്പോലെ ചേമ്പും ചേനയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് കാച്ചിൽ നട്ടുപിടിപ്പിക്കണം. മേടിച്ച് തിന്നുക എന്ന് പറയുന്നതും മുതലാകുകയില്ല. ഈ കാച്ചിൽ നട്ടുപിടിപ്പിക്കാൻ ഒരു പ്രയാസവും ഉള്ളതല്ല. അപ്പം ഞാൻ ഈ നടാനുള്ള കാശ് കൊടുക്കലും ഒഴിവാക്കി, വിളവെടുക്കാനുള്ള കാശ് കൊടുക്കലും ഒഴിവാക്കി, എന്നാൽ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ചാക്കിലുള്ള കാച്ചിലിൻ്റെ കൃഷിയാണേ. ഇതുപോലൊരു ചാക്കാണ് ഞാൻ കാച്ചിൽ നടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചാണകപ്പൊടി വാങ്ങിക്കുമ്പം കിട്ടുന്ന ഈ ചാക്ക് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചാക്കിൻ്റെ അടിവശം, ഇത് പക്ഷേ വലിയ കുഴപ്പമില്ലാതെ കോണിച്ച് കെട്ടിയിട്ടൊക്കെ തയ്ച്ചിട്ടുണ്ട്. സാധനം വന്നപ്പോഴേ അവർ ചിലപ്പം പശുവിന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഓക്കെയും ഒക്കെ ഉള്ളത്, അതുപോലത്തെ വല്ല മേടിക്കാനായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അടിവശം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് കെട്ടി വെക്കുവാണേ. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാനങ്ങ്, ഇത് ഇച്ചിരി നീളമുള്ളതുകൊണ്ടാണ്, ഇത്രയും ചുറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര മുറുക്കത്തി, അത്രയും മതി, നമ്മളെ കൊണ്ട് പറ്റുന്നത്ര മുറുക്കത്തിലൊരു കെട്ടങ്ങോട്ടിടും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇതുപോലെ മറിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ മറിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ട് മറിച്ചെടുക്കുവാണെങ്കിൽ ചാക്ക് നിലത്ത് ഉറച്ചിരിക്കും. അപ്പം ഇവിടെ ഞാൻ നേരത്തെ തന്നെ നിറച്ചിരിക്കുന്ന ചാക്കുകളുണ്ട്, അതിങ്ങനെ പെടന്നു പോയിട്ടുണ്ട്. തേങ്ങയുടെ ചിരട്ട, അത് നമ്മളെ ചോട്ടിലോട്ട് നോക്കിയാൽ അറിയാം. ഇങ്ങോട്ട് നോക്കിയ ശേഷത്തെ അതിൻ്റെ ചോട്ടി കണ്ടോ, ചിരട്ട വെച്ചിട്ട് ഞാൻ ഉറപ്പിച്ച് വെച്ചിരിക്കുക. പല പ്രാവശ്യം അത് മറിഞ്ഞ് വീണു, അത് കാരണം. അതേസമയം ഇങ്ങനെ കെട്ടിയിട്ടാണെങ്കിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് നേരെ ഉറച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ചാക്ക് ഇതുപോലെ കെട്ടിയതിന് ശേഷം ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഈ വേനൽക്കാലമൊക്കെ വന്നു കഴിഞ്ഞാലേ, ഈ മരമൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ മരത്തിൻ്റെ എല്ലാം ചോടുകളിലെല്ലാം ഇലകൾ ഇങ്ങനെ ഉണങ്ങി വീഴും. ഇപ്പം ഇവിടെയൊക്കെ നോക്കിയാലറിയാം, ഞാൻ ഇതൊക്കെ ഇവിടോട്ട് കൂട്ടി വെച്ചിട്ടാ, അല്ല ഇവിടെ എല്ലാം നിലകളാണ്. എനിക്ക് ഒത്തിരി ഇലകളൊന്നും ഇവിടെ കിട്ടാനില്ല. ഇതൊരു പ്ലാവാണ്. പിന്നെ ഇതുപോലെ വേറെ ഒരു പ്ലാവും കൂടെ ഒക്കെ ഉണ്ട്, അല്ലെ ചാമ്പയൊക്കെ ഉണ്ട്. ചാമ്പയുടെ ഒന്നും ഇല ഇതുപോലെ ഈ സമയത്ത് പൊഴിഞ്ഞു വീഴത്തില്ല. ഈ പ്ലാവിൻ്റെ ഒക്കെ ഇലയാണ് ഇങ്ങനെ ഇപ്പം പൊഴിഞ്ഞു വീഴുന്നത്. അപ്പം ഞാൻ ഈ ചാക്കിനകത്തോട്ട് ഇവിടെ കണ്ടോ കുറേ ഇല ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇലകളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ആദ്യം വാരി നിറയ്ക്കും. അപ്പോൾ ഈ ഇല നഷ്ടമാകത്തുമില്ല, നമുക്കതിനെ ഉപയോഗമായിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വെറുതെ ഞാനിതിനകത്തോട്ട് വാരി നിറയ്ക്കുക കേട്ടോ. ഈ ഉള്ളത്രയും ഇല, ഇത് പുല്ലിൻ്റെയൊക്കെയാണ്. പുല്ലൊക്കെ അടിയിലോട്ട് പോയാൽ കുഴപ്പമില്ല, മോൾ ഭാഗത്ത് വരുന്നിടത്ത് പുല്ലിൻ്റെ അറ്റമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കളയായിട്ട് തന്നെ കിളുക്കും കേട്ടോ. നല്ലൊരളവ് ഉണങ്ങിയ ഇലകളെ മുഴുവനും നമുക്ക് ഇതിനകത്തോട്ട് വാരി നിറയ്ക്കാനായിട്ട് പറ്റും. ചെറിയ കമ്പൊക്കെയാണ്, ചാക്കിനകത്ത് കൊള്ളിക്കാൻ പറ്റുന്നതാണെങ്കിൽ കമ്പൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. ഇനി ചാക്ക് കീറിക്കളയുന്നത് പോലെയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇതുപോലുള്ള ഇലകളൊക്കെ പറിച്ച് ഇതിനകത്തോട്ടിട്ട് ഇത് മുഴുവനും വാരി നിറച്ചിട്ട് ഞാൻ കാണിക്കാവേ. അപ്പം ഞാൻ ഏകദേശം കണ്ടോ, ഈ ചാക്കിൻ്റെ നിറയെ വരെ, അല്ലെ മുകൾ ഭാഗം വരെ ഞാൻ ഇല വാരി എടുത്തിട്ടുണ്ട്. അതിന് കനമൊന്നും വരത്തില്ല, ഇല മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പ്ലാവിൻ്റെ ചുവട്ടിലോട്ടാണ് വെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതും ഇതേപോലെ തന്നെ ഇതേ സ്ഥലത്തായിരുന്നു. അപ്പം പ്ലാവിൻ്റെ ഇതുപോലൊക്കെ കുഞ്ഞ് ചക്കകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പം ഞാൻ അവരെ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഇത് വെച്ചേക്കാം. ചക്കയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിനല്ലേ ഉള്ളൂ നമ്മുടെ കാച്ചിലുണ്ടാകത്തുള്ളൂ. അപ്പം അത് അവരിവിടെ നിന്നോട്ടെ. എന്നിട്ട് ഞാൻ ഇതുപോലെ വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതിൻ്റെ മുകളിലോട്ട് ഇത് കുറച്ച് ചാരമാണേ. അപ്പം കുറച്ച് ചാരം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇത് നമ്മളിവിടെ ഈ പറമ്പിലെ പുല്ലെല്ലാം കള പറിക്കുമ്പം ഒരേ സ്ഥലത്ത് കൊണ്ടുവന്ന്
കൂട്ടിയിടും. അപ്പൊ ആ പുല്ലും കാടും എല്ലാം കൂടെ പൊടിഞ്ഞു വന്നിരിക്കുന്ന മണ്ണാണ്. മണ്ണെന്നോ നമുക്ക് കമ്പോസ്റ്റ് എന്നോ വേണമെങ്കിൽ അതിനെ വിളിക്കാം. ആ കമ്പോസ്റ്റാണ് ഞാനിനി ഇപ്പൊ ഇതിന്റെ മുകളിലോട്ട് കൊടുക്കുന്നത്. അതെ, കണ്ടോ, ഇതുപോലെ കുറച്ച് മണ്ണ് ഇതിന്റെ മേളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, അപ്പം എങ്ങനെ വന്നാലും ഇതേ ചാക്കിനൊരു ആട്ടമൊക്കെ വന്നിട്ടുണ്ട്. മറിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു കല്ലോ തൊണ്ടോ ഒക്കെ വെച്ചാൽ നല്ലതാണ്. ഈ പാത്രത്തിന് ഒരു 2 പാത്രം മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് നടാനായിട്ടേ നമ്മളിത് ഇതുപോലെ തന്നെ ചാക്കിനകത്ത് ഇവിടെ നട്ട് വിളവെടുത്ത കാച്ചിലിൻ്റെ തലയാണേ. ഇപ്പം ഇങ്ങോട്ടും ഒരു പീസ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ടും ഒരു പീസ് ഉണ്ടായിരുന്നു. നമ്മളത് മുറിച്ചിട്ട് പുഴുങ്ങി തിന്നാണേ. എത്ര ഇത് ഇതിനകത്തുനിന്ന് ഈ ചാക്കിനകത്തുനിന്ന് പറിച്ചപ്പോൾ 17 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാര്യമായ വളപ്രയോഗം ഒന്നും തന്നെ നടത്തിയില്ല. ഇതേപോലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാണകപ്പൊടിയും ഇട്ടില്ല, വെറുതെ അങ്ങോട്ട് നടുവാ ചെയ്തത്. ഇത് നമ്മൾ പറിച്ചതേ തിന്നിട്ട് വെച്ചപ്പോൾ ഇത് കണ്ടോ, മുള വരുന്നുണ്ടോ? ഇതാണ് കാച്ചിലിൻ്റെ മുള. കണ്ടോ, ഇവിടെയും മുളയുണ്ട്. അപ്പം നമ്മളിത് മുള ഇല്ലാതെ അങ്ങോട്ട് നട്ടാലും അതിനകത്ത് മുള വന്നോളും കേട്ടോ. അപ്പം ഞാനിതിനെ 2 പീസായിട്ട് മുറിക്കുവാണേ. ഒരു പീസ് നമ്മളിപ്പം നിറച്ചതിനകത്ത് വെക്കാം. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ചാക്ക് നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ, അതിനകത്തൊന്നും നട്ടതല്ല. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഒരു പീസ് അതിനകത്തോട്ട് നടുകയും ചെയ്യാം. അപ്പം ഇത് മുറിക്കട്ടെ. ഇത് കണ്ടോ, അപ്പം നമ്മളിത് ഇതുപോലെ 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഒരു പീസിനെ ഞാനിപ്പം ഇത് നമുക്ക് നട്ടേക്കാം. ഇതിന് അപ്പുറം ഇപ്പുറം 3 മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുള വന്നതിനെയാണ് നമ്മളിപ്പം നിറച്ച ചാക്കില്ലേ അതിനകത്തോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തോട്ട് കുറേ കൂടെ ഇലയും ഒരു 2-3 തവണ. ഇപ്പം ഈ ചാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതേപോലെ മുഴുവൻ നിറച്ചു, എന്നിട്ട് നമ്മൾ ജൈവ സ്ലറി ഒഴിച്ച് കുറച്ച് മണ്ണും ഇട്ട് വെച്ചപ്പോൾ താന്നു, വീണ്ടും മണ്ണിട്ട് നമ്മൾ 2 പ്രാവശ്യം മണ്ണിട്ട് നിറച്ചതാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് എന്തായാലും ഇപ്പം നിങ്ങളെ കാണിച്ചതല്ലേ, ഈ മുറിപ്പാടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ചാരം നമ്മളിപ്പോൾ ഇവിടെ ചേർക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചാരം ഉണ്ടല്ലോ, അതങ്ങോട്ട് പറ്റിച്ചെടുത്തതാണേ. എന്നിട്ട് വെറുതെ ഈ മണ്ണിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ മേളിലോട്ടായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഉണങ്ങിയ ഇല വാരിക്കൊണ്ട് വന്ന് പൊത പോലെ മേളിലോട്ട് ഇടാൻ പോവാണേ. കണ്ടോ, കുറച്ചിട്ടു. എന്തുമാത്രം വേണമെങ്കിലും ആ ഇല നമുക്ക് വാരിയിടാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഞാൻ 2 പ്രാവശ്യം ഇതിൻ്റെ മുകളിലോട്ട് ഇല വെച്ചേ. അപ്പം ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മണ്ണും കൂടെ ഇടാൻ പോവുകയാണേ. ഇല മാത്രമല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഈ മണ്ണും കൂടെ ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുത്തു. ഇത് ബയോഗ്യാസിൻ്റെ സ്ലറിയാണേ. ബയോഗ്യാസിൻ്റെ സ്ലറി ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. കാരണം ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ. അപ്പം ഇതുപോലെ നമ്മൾ കാച്ചിലും ചേമ്പും ഒക്കെ നടുമ്പോഴേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളൊരു ആഴ്ചയിൽ 1 പ്രാവശ്യമോ ഒക്കെ മഴ വരുന്നിടം വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും പണ്ടൊക്കെ നമ്മൾ കാച്ചിലും ചേനയൊക്കെ നടുമ്പോൾ മണ്ണിനടിയിലോട്ട് വെച്ചിട്ട് കരിയിലിട്ട് പൊതയിട്ട് വെക്കത്തേ ഉള്ളൂ. മഴ പെയ്യുമ്പോൾ അവർ കിളുത്ത് കയറുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ ചാക്കിനകത്തൊക്കെ നടുന്നത് കൊണ്ടാണ് ഒരു നടുന്ന ഉടനെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിന് ഞാൻ ഇവിടെ കൊടുത്തത് ജൈവ സ്ലറിയാണേ. അപ്പോൾ ഇനി ഇത് മുഴുവനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ആ കരിയിലയും ഒക്കെ ഒന്ന് അഴുകി പെട്ടെന്ന് തന്നെ വളമായിട്ട് മാറാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചാക്കിനകത്ത് നമുക്ക് വേണമെങ്കിൽ നടുമ്പം ചാക്കിൻ്റെ അടിവശത്ത് 2-3 ഹോൾസ് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും ഇതിനകത്ത് വരുന്ന വെള്ളം മണ്ണിലേക്ക് ഒഴുകിപ്പോക്കോളും. ഞാൻ അപ്പുറത്തിരിക്കുന്ന ചാക്കിലും ഒക്കെ ഇതേപോലെ തന്നെ ജൈവ സ്ലറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ വളർന്നു വരുമ്പോൾ ഇപ്പം നമ്മൾ ഈ മരത്തേലോട്ട് വളരെ ചേർത്തിട്ടാണ്
വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വള്ളികൾ ഉണ്ടായാൽ ഈ മരത്തേലോട്ട് നേരിട്ട് കയറിപ്പോകും. അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഒരു കമ്പെടുത്ത് ചാക്കിനകത്തൊന്ന് കുത്തി ആ മരത്തേലോട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി. അതുവഴി ഇവരുടെ വള്ളി കയറിപ്പോകും. ഇനി ഈ കാച്ചിലിനൊക്കെ എത്ര ഉയരത്തിലേക്ക് അവരുടെ വള്ളി വളർന്നു പോകുന്നോ അതിനനുസരിച്ചാണ് അവരുടെ ചുവട്ടിൽ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഇതിനു മുമ്പും വിളവെടുത്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്. ആ ഒരു ചാക്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിളവെടുക്കാനുള്ളതാണ്. അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ചിലപ്പം എടുക്കാൻ എളുപ്പമായിരിക്കും. ഇളകുന്നുണ്ട് ശരിക്കും പറഞ്ഞ കേട്ടോ. ഞാൻ വെള്ളം എടുത്തുകൊണ്ടിരാവേ. ഇതിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് വിളവെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത് കണ്ടോ, ഇളക്കി ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇത് അത്ര വലുതായില്ല, ചെറുതാണ്. എന്നാലും നമുക്കിപ്പം സാധാരണ ഒരു ഇതുപോലത്തെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്ന് പുഴുങ്ങി തിന്നാനും ഒരു കറി വെക്കാനും ഒക്കെ ഇത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നല്ല നീളത്തിൽ വളരുന്ന കാച്ചില. അപ്പം ഇത് നല്ലതാണെങ്കിൽ ഇതിൻ്റെ മണ്ട മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ചാക്കിനകത്തോട്ടും കൂടെ നട്ടുപിടിപ്പിക്കാം. പിന്നെ വലിയ കാച്ചിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ വിളവെടുത്ത് ഇപ്പം നമ്മൾ നട്ട കാച്ചിലാണെങ്കിൽ 17 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യത്തെ പുഴുക്ക് കൊണ്ടാണ് അത് തീർക്കാനായിട്ട് പറ്റിയത്. വലിയ കാച്ചിൽ കിട്ടാനായിട്ടാണെങ്കിൽ താല്പര്യം അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരു 2 മാസം കൂടുമ്പം എന്തെങ്കിലും ഒരു ഇച്ചിരി കുറച്ച് എല്ലുപൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളമോ അങ്ങനെയൊക്കെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള കാച്ചിൽ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ചാക്കിലെ കൃഷി എന്ന് പറഞ്ഞാൽ ഒട്ടും സ്ഥലമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു നല്ല പരിപാടിയാണ്. ഇനി സ്ഥലമില്ല എന്ന് വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാതിരിക്കേണ്ട. ഇതേപോലെ ഒരു ചാക്ക് ചാരി വെക്കാനുള്ളത്ര ഇടയുണ്ടായിരുന്നാൽ മതി. നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാച്ചിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.